ഹായ്, അപ്പൊ നമ്മളൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്റീരിയർ ഓഫ് എർത്ത് ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് +1 ജോഗ്രഫിയിലത്തെ. ഇന്ന് മുതൽ നമ്മൾ NCERT സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി NCERT പാഠഭാഗങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും. ഓക്കെ, ലേൺ വിത്ത് ഹരിത ഗ്രൂപ്പിൽ ഇട്ട് തരും. നിങ്ങൾ അത് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലാസ് കേൾക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ പ്രിലിംസിന് മുമ്പ് തന്നെ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഗ്രൂപ്പിൽ അംഗമാവാത്തവർ ഗ്രൂപ്പിൽ അംഗമാവുക. അവിടെയാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻസും നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ മുഴുവൻ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക, ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നേക്കാം. പക്ഷേ ചാപ്റ്ററിന്റെ PDF ഇന്നലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റി എങ്ങനെ അറിയും? എങ്ങനെയാണ് നമുക്ക് എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റി അറിയാൻ പറ്റുന്നത്? എർത്തിന് 6378 എന്തുണ്ട്? റേഡിയസ് ഉണ്ട്. ഇത്രയും വലിയ റേഡിയസ് ഉള്ള സാധനം നമുക്ക് കുഴിച്ചു 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 പോയിട്ട് നോക്കാൻ എങ്ങാനും പറ്റുമോ? ഇല്ല. ഓക്കെ, ആർക്കും തന്നെ കുഴിച്ചു പോയി നോക്കാൻ പറ്റിയ കാര്യമല്ല അത്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ എർത്തിന്റെ ഏറ്റവും ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് അതികഠിനമായിട്ടുള്ള പ്രഷറും ചൂടും ഒക്കെയാണ്, അല്ലേ? അപ്പോ ഈ ആഫ്രിക്കയില് ഒരു ഗോൾഡ് മൈൻ ഉണ്ട്, സൗത്ത് ആഫ്രിക്കയില് ഗോൾഡ് മൈൻസ് ഉണ്ട്. അതൊക്കെ തന്നെ 3-4 കിലോമീറ്ററേ ഉള്ളിലേക്ക് ഉള്ളൂ. ഓക്കെ, അതിലും ഡെപ്തിൽ അതൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സംഭവമാണ്. അതുകൊണ്ട് സയന്റിസ്റ്റുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 2 പ്രൊജക്റ്റുകളുണ്ട്. ഡീപ്പ് ഓഷൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റും ഇന്റഗ്രേഷൻ ഓഷൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റും. ഓക്കെ, ഇതെല്ലാം നമ്മുടെ സയന്റിസ്റ്റുകൾക്ക് ഭൂമിയുടെ ഉൾഭാഗത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ തന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് ഡ്രില്ല് കോല അന്റാർട്ടിക് ഓഷനിലാണ്. അന്റാർട്ടിക് ഓഷനിലെ കോലയിലാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ഡ്രില്ല് ഉണ്ടായിട്ടുള്ളത്. 12 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യത്തിനെ പറ്റി പഠിക്കാനായിട്ട് ഡയറക്റ്റ് സോഴ്സസും ഉണ്ടാവും, ഇൻഡയറക്റ്റ് സോഴ്സസും ഉണ്ടാവും, അല്ലെ? ഡയറക്റ്റ് സോഴ്സസ് എന്താണ്? നിങ്ങൾക്ക് ഒരാളെ പറ്റി പഠിക്കാനായിട്ട് അയാൾ തൊട്ടടുത്തുണ്ട്, അയാളെ നോക്കി അയാളുടെ പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? അത് ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. വേറെ ആരെങ്കിലും പറഞ്ഞതാണെങ്കിലോ ഇൻഡയറക്റ്റ് ആണ്. അതുപോലെ ജസ്റ്റ് ഒന്ന് വിചാരിക്കാം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുഴിച്ചു 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 പോയി കണ്ടെത്തുന്നത് എന്താണ്? ഡയറക്റ്റ് സോഴ്സ് ആണ്. അപ്പൊ ഓഷൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റും ഇന്റഗ്രേറ്റഡ് ഓഷൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റും എന്താണ്? ഡയറക്റ്റ് സോഴ്സസ് ആണ്. അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻ, നിങ്ങൾക്കറിയാം ഭൂമിയുടെ ഉള്ളിൽ നിന്നാണ് മാഗ്മ പുറത്തേക്ക് വരും. മാഗ്മ പുറത്തേക്ക് വരുമ്പോൾ ലാവ എന്നറിയപ്പെടും. ഓക്കെ, അങ്ങനെ വോൾക്കാനിക് ഇറപ്ഷനിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ഇൻഫർമേഷൻസ് കിട്ടും, അല്ലെ? ഉള്ളിൽ നിന്ന് വരുന്ന മോൾട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള മാഗ്മ പുറത്തേക്ക് എത്തുമ്പോൾ ലാവ എന്നറിയപ്പെടും. അതൊക്കെ ലബോറട്ടറി അനാലിസിസിനൊക്കെ വിധേയമാക്കി നമുക്ക് എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റി പഠിക്കാൻ പറ്റും. അപ്പൊ ഡയറക്റ്റ് സോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന് മൈൻസ് ഒരു ഡയറക്റ്റ് സോഴ്സ് ആണ്. ഡ്രില്ലിംഗ് പ്രൊജക്ട്സ് ഡയറക്റ്റ് സോഴ്സ് ആണ്. വോൾക്കാനിക് ഇറപ്ഷൻസും ഡയറക്റ്റ് സോഴ്സ് ആണ്. ഇൻഡയറക്റ്റ് സോഴ്സസ് ഏതൊക്കെയാണെന്ന് ഇനിയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ് ആക്ടിവിറ്റി കാരണം നമുക്ക് മനസ്സിലായി ഉള്ളിലേക്ക് പോകും തോറും പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെ? അപ്പോ ഡെപ്ത് വെച്ചിട്ട് മനസ്സിലാക്കുന്നതൊക്കെ എന്താണ്? ഡെപ്ത് വെച്ചിട്ട് മനസ്സിലാക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് സോഴ്സ് ആണ്. ഡെപ്തിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണെന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് സോഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഈ ഉള്ളിലോട്ട് പോകുമ്പോൾ ഉള്ള ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കണക്കാക്കി ഇന്റീരിയറിനെ കുറിച്ച് പഠിക്കാനൊക്കെ പല ഡെപ്തിൽ നിന്നുള്ള മെറ്റീരിയലും കണ്ടെത്തിയൊക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു ഇൻഡയറക്റ്റ് സോഴ്സ് ആണ് എർത്ത് ക്വിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം എർത്ത് ക്വിക്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എനർജിയുടെ ബേസ്റ്റ് ആണ്, അല്ലെ? നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നിന്നും വരുന്ന എനർജി ബേസ്റ്റ് ആണ്. ഇതൊരു ഭൂമിയാണെന്ന് വിചാരിക്കാം. ഭൂമിയൊന്നും ഇങ്ങനെയല്ല, ഭൂമിയുടെ അവിടെ ഒരു പ്രഷർ ഒരു സെന്റർ, ഈ ശരിക്കുള്ള സെന്റർ അല്ല, ഭൂമിയുടെ ഒരു ഭാഗത്തുള്ള സ്ഥലത്ത് ഒരു ഫോക്കസ് എന്ന് പറയും. ആ ഫോക്കസിൽ നിന്നാണ് എർത്ത് ക്വിക്ക് ഉത്ഭവിക്കുക. എർത്ത് ക്വിക്ക് ഉത്ഭവിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അടുത്തുള്ള സെന്റർ, ഭൂമിയിലെ ഏറ്റവും അടുത്തുള്ള സെന്റർ എന്ന് പറയുന്നത് എപ്പി സെന്റർ എന്നൊക്കെ പറയും. അപ്പോ ഈ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവുകളാണ്. പി വേവ്, എസ് വേവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് എങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്, അതിന്റെ തീവ്രത എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
അപ്പൊ അങ്ങനെ എർത്ത് മുഖേന നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. പക്ഷെ പല സാധനങ്ങൾക്കും ഭൂമിയുടെ സാദൃശ്യം ഉണ്ടാവും. ഇതിനൊക്കെ ലബോറട്ടറിക്കൽ അനാലിസിസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഡെപ്തിനെ പറ്റി പറഞ്ഞു. ഇനി എന്താണ് ഗ്രാവിറ്റേഷൻ. ഭൂമിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനത്തെ സ്ട്രക്ചർ ആണ്? ഒരു കോഴിമുട്ടയുടെ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇത് ഭൂമിയുടെ സെന്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോ ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് ഉള്ളതിനേക്കാളും എന്താണ് ദൂരം കുറവാണ് എവിടേക്കുള്ളത്? ധ്രുവങ്ങളിലേക്ക് ഉള്ളത്. ഓക്കെ, ധ്രുവങ്ങളിലേക്ക് ഭൂമധ്യരേഖ ഇത്ര ദൂരം ഇല്ലല്ലോ, ഇത്രയും ദൂരം ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് ഉള്ളതിനേക്കാൾ ദൂരം കുറവായതുകൊണ്ട് ഇവിടെയുള്ള ജിയുടെ മൂല്യത്തെക്കാൾ കുറവായിരിക്കും ഇവിടെയുള്ള ജിയുടെ മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണ്? കുറച്ചും കൂടി അടുത്താണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഗ്രാവിറ്റേഷന്റെ കാര്യങ്ങൾ വെച്ചിട്ട്, ഗ്രാവിറ്റേഷൻ അനുഭവപ്പെടുന്ന വാല്യൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഭൂമിയുടെ ഇന്നർ ഇതിനെ പറ്റിയിട്ടൊക്കെ പറ്റും. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്, ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയുള്ള പഠനത്തെ പറ്റി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സീസ്മിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സീസ്മിക് വേവ്സ്, എർത്ത് ഉണ്ടാക്കുന്ന വേവ്സ് തന്നെയാണ്. ഈ വേവുകളിൽ ചിലത് ശബ്ദം പോലെ സഞ്ചരിക്കും, ചിലത് മറ്റേ ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടാണ് സഞ്ചരിക്കുക. ഇത്തരത്തില് സീസ്മിക് ആക്ടിവിറ്റികളെ പറ്റി പഠിച്ചുകൊണ്ടും എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് സോഴ്സസിൽ മൈനിങ് ആക്ടിവിറ്റി കാരണം ഡെപ്ത് മൂലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലായിടത്തും സെയിം അല്ല, അതിനെപ്പറ്റി പറഞ്ഞു. ഇങ്ങനെ പല സ്ഥലത്തും പല രൂപത്തിലുള്ള ഗ്രാവിറ്റേഷൻ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ഗ്രാവിറ്റി അനോമലി എന്നാണ് പറയാ കേട്ടോ. ഗ്രാവിറ്റി അനോമലി, അതായത് ധ്രുവപ്രദേശത്ത് കൂടുതലും ഭൂമധ്യരേഖ പ്രദേശത്ത് കുറവുമായിട്ടും ഗ്രാവിറ്റി അനുഭവപ്പെടുന്നില്ലേ, ഇതിനെ ഗ്രാവിറ്റി അനോമലി എന്നാണ് പറയുക. പിന്നെ അതുപോലെ മാഗ്നറ്റിക് സർവേസ് നമുക്ക് വിവരങ്ങൾ തരുന്നു. സീസ്മിക് ആക്ടിവിറ്റി വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സോഴ്സ് ആണ്. ഓക്കെ, ഇനി എർത്ത് ക്വിക്കിനെ പറ്റി പഠിക്കണം. എന്താണ് എർത്ത് ക്വിക്ക്? എർത്ത് ക്വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിലീസ് ഓഫ് എനർജി ഒക്കേഴ്സ് അലോങ് എ ഫോൾട്ട്. ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു വിടവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരു വിടവ് എന്നോ വിള്ളൽ എന്നോ ഒക്കെ മനസ്സിലാക്കാം. എ ഫോൾട്ട് ഈസ് എ ഷാർപ്പ് ബ്രേക്ക് ഇൻ എ ക്രസ്റ്റൽ റോക്ക്. നമ്മുടെ ക്രസ്റ്റിലുള്ള ഒരു വലിയൊരു വിടവാണ്, ഒരു ഷാർപ്പ് വിടവാണ് എന്ത് ഫോൾട്ട് എന്ന് പറയുന്നത്. റോക്സ് അലോങ് എ ഫോൾട്ട് ടെൻ ടു മൂവ് ഇൻ എ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഈ എനർജി റിലീസ് ഉണ്ടാവുമ്പോൾ എന്താണ്, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റോക്സ് നീങ്ങാൻ തുടങ്ങും. അപ്പൊ എന്തുണ്ടാവും? നമ്മുടെ ഭൂമിയുടെ സർഫസിലുള്ള നിർമ്മിതികളൊക്കെ നശിക്കാനായിട്ട് കാരണമാവും. ഓക്കെ, ആസ് ദ ഓവർലൈൻ റോക്ക് സ്ട്രാറ്റ പ്രസ് ദം ദ ഫ്രിക്ഷൻ ലോക്സ് ദം ടുഗദർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ക്വേക്ക് ഇല്ലെങ്കിൽ അതിനെ ഫ്രിക്ഷൻ ഒക്കെ ആയിട്ട് മൊത്തത്തിൽ എല്ലാം ചുറ്റുമുള്ള ഓവർലേയും കാര്യങ്ങളെല്ലാം വെച്ച് അത് അവിടെ അനങ്ങാണ്ടിരുന്നേനെ. പക്ഷെ എർത്ത് ക്വേക്ക് വരുമ്പോൾ ഈ സാധനം എന്താണ്? അനങ്ങാൻ തുടങ്ങും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചലിക്കാൻ തുടങ്ങും. ദ പോയിന്റ് വേർ ദ എനർജി ഈസ് റിലീസ്ഡ് ഈസ് കോൾഡ് ഫോക്കസ്. ഓക്കെ, അപ്പോ ഇവിടെ ഈ എനർജി റിലീസ് ചെയ്യുന്ന പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഫോക്കസിന് തന്നെയാണ് ഹൈപ്പോ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത്, എവിടെയാണോ എനർജി ബസ്റ്റ് വരുന്നത്, അത് ഭൂമിയുടെ ഉള്ളിലാണ്. ആ പോയിന്റിന് എന്താ പറയാ? ഫോക്കസ് എന്നാണ് പറയാ. ഓക്കെ, അതിന് തന്നെ ഓൾട്ടർനേറ്റീവ്ലി എന്തെന്നും പറയും? ഹൈപ്പോ സെന്റർ എന്നൊന്ന് പറയും. ഓക്കെ, ഈ ഇത് ഭൂമിയാണ്, ഭൂമിയുടെ ഇവിടെയാണ് ഫോക്കസ്. ഈ ഫോക്കസിന്റെ തൊട്ട് ഇത് ഏറ്റവും അടുത്തുള്ള സ്ഥലം ഉണ്ടല്ലോ, ഇതിനെ എന്ത് പറയും? അതിനെന്ത് പറയും? എപ്പി സെന്റർ എന്ന് പറയും. ഫോക്കസിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഹൈപ്പോ സെന്റർ കേട്ടോ. ഇത് നമ്മൾ മാറി പോവരുത്. ഇത് എപ്പി സെന്റർ, ഈ ഭാഗം എപ്പി സെന്റർ, ഇത് ഹൈപ്പോ സെന്റർ. ഓക്കെ, കേട്ടല്ലോ. അപ്പൊ ഈ സീസ്മിക് ആക്ടിവിറ്റി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള എർത്ത് ക്വേക്ക് വേവ്സിനെ രണ്ട് തരത്തിലാണ് വേർതിരിച്ചിരിക്കുന്നത്. ബോഡി വേവ് ആൻഡ് സർഫസ് വേവ്. ബോഡി വേവ് ആൻഡ് സർഫസ് വേവ്. ബോഡി വേവ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. അത് ഭൂമിയുടെ ബോഡിയിൽ കൂടെ പല ഭാഗത്തേക്കും സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, ഹൈ റിലീസ് ഓഫ് എനർജി കൂടെ ഉണ്ടാവുന്നതാണ്. ഇത് ഭൂമിയുടെ സർഫസിലേക്ക് വന്ന് സർഫസിലെ റോക്സിനെയൊക്കെ ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ വേറൊരു സെറ്റ് ഓഫ് വേവ്സ് ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്? സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബോഡി വേവ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഉണ്ടാവുന്ന വേവ് ആണ്.
സർഫസ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അറ്റത്തെത്തി അവിടെ ഉണ്ടാകുന്ന വേവ് ആണ് എന്തെന്ന് പറയുന്നത്, സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ബോഡി വേവ്സിനെ സർഫസ് വേവിനെ മനസ്സിലായല്ലോ. ബോഡി വേവ് എന്താണ്? ഭൂമിയുടെ ഉള്ളിൽ പുറപ്പെടുന്ന വേവ് ഇവിടെ ഉണ്ടല്ലോ, അത് പുറപ്പെടുന്ന വേവ് ആണ് ബോഡി വേവ് എന്ന് പറയുന്നത്. സർഫസ് വേവ് എന്ന് പറയുന്നത് ഈ ബോഡി വേവ് വന്ന് സർഫസിലെ റോക്സിനെയൊക്കെ തട്ടി അവിടെ വേറൊരു വേവ് ഉണ്ടാവും, അതിനെയാണ് സർഫസ് വേവ് എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെ സർഫസിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, സർഫസിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് എന്താണ്, അത് കൂടുതൽ വിനാശകാരികളാണ്. These waves move along the surface. The velocity of waves changes as they travel through material. With different densities, denser material, higher is the velocity. അപ്പൊ എന്താണ്, ഡെൻസിറ്റി കൂടുമ്പോൾ വെലോസിറ്റിയും കൂടുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഡയറക്ഷൻ ഓൾസോ ചേഞ്ചസ് ആസ് ദേ റിഫ്ലക്ട് or refract when coming across materials with different densities. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇനി ബോഡി വേവ്സ് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, അതിനെ പി വേവ് എന്നും എസ് വേവ് എന്നും വിളിക്കും. പി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രൈമറി വേവ്സ്. എന്തായിരിക്കും അതിന് പ്രൈമറി വേവ്സ് എന്ന് പേര് വന്നത്? അത് ഫസ്റ്റ് എത്തുന്ന വേവ് ആണ്, ഫസ്റ്റ് പുറപ്പെടുന്ന വേവ് ആണ് പ്രൈമറി വേവ്. സെക്കൻഡറി വേവ് ആണ് എസ് വേവ്. പി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, പി വേവ് മൂവ്സ് ഫാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ടു അറൈവ് സർഫസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എസ് വേവ് പോകുന്നത്. ഓക്കെ, ഈ പി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സൗണ്ട് വേവിനെ പോലെയാണെന്നാ പറയാ. സൗണ്ട് ഇപ്പൊ വെള്ളത്തിൽ കൂടെ പോകും അല്ലെ, അതുപോലെ തന്നെ സോളിഡിലൂടെയും പോകും. അതുപോലെ തന്നെയാണ് ഈ പി വേവിന്റെ കാര്യം. അതുപോലെ തന്നെ പി വേവ് എങ്ങനെയാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതായത് ഇങ്ങനെ 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 പോകുന്നു, പിന്നെ കുറച്ച് ഡെൻസിറ്റി കുറയുന്നു, പിന്നെ ഇങ്ങനെ 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 പോകുന്നു. അങ്ങനത്തെ വേവുകളില്ലേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അങ്ങനത്തെ വേവുകളാണ്. ഓക്കെ, എസ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അറൈവ് ദ സർഫസ് വിത്ത് സം ടൈം ലാഗ്, കുറച്ച് ലാഗോട് കൂടിയാണ് വരുന്നത്. ദീസ് ആർ കോൾഡ് സെക്കൻഡറി വേവ്. An important fact about S waves is that they can travel only through solid material. Solid material കൂടെ മാത്രമേ ഇതിന് പോകാൻ പറ്റുള്ളൂ. This characteristics of S wave is quite important. അപ്പൊ ഈ ഇങ്ങനെ എസ് വേവിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന് നോക്കാനായിട്ട് പറ്റും. ഇറ്റ് ഹെൽപ്ഡ് സയന്റിസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഇന്റീരിയർ ഓഫ് ദി എർത്ത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഷാഡോ സോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എന്താണ് പോയിന്റ് ആക്കി വെച്ചെന്നുള്ളൂ, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഷാഡോ സോൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നോക്ക്, ഇത് നമ്മുടെ പി വേവിന്റെ വേവ് പോകുന്ന പരിപാടിയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ആയിട്ട് ഇത് എന്താണ് എന്താണ് വേവ് പുറപ്പെടുന്നു. അതായത് ഇത് ബോഡി വേവ്സ് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പി വേവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തേക്കും അത് പോവും അല്ലെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് സോളിഡ് ലിക്വിഡ് എന്നൊന്നുമില്ല. പക്ഷെ 105 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 145 ഉള്ളൂ കേട്ടോ. ഇത്രയും ഭാഗത്തേക്ക് എസ് വേവും പോകുന്നുണ്ട്. ഈ പി വേവ് പോകുന്ന ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ഈ സ്ഥലം ഇത്രയും വരെ 105 വരെ, അതുവരെ എസ് വേവും ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് എന്ത് ചെയ്യും, ഈ വേവ് പോകുമ്പോൾ ഡെൻസിറ്റിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ വളയുന്നത്. ഡെൻസിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ടല്ലോ കോറിലെത്തുമ്പോൾ ഇങ്ങനെ വളയുന്നത്. എസ് വേവിന് ഇങ്ങനെ പോകാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ലിക്വിഡ് ഉണ്ട്. ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, ലിക്വിഡിലൂടെ അതിന് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ പി വേവിന് ആ കുഴപ്പമില്ലാത്തതുകൊണ്ട് 105ന്റെ 145ന്റെ ഇടയിൽ മാത്രം പി വേവ് ഇല്ലാത്തതുള്ളൂ. അപ്പൊ പി വേവിന്റെ എന്ത് ഷാഡോ സോൺ എന്ന് പറയുന്നത് 105 മുതൽ 145 വരെയാണ് കേട്ടോ. 105 മുതൽ 145 വരെയാണ്. ഇവിടെ നോക്ക്, എസ് വേവിന്റെ കാര്യം 105, ഇവിടെ 105, ഇവിടെ 105 എത്തിയപ്പോ നിർന്നു. കാരണം കോറിന്റെ അവിടേക്ക് കടക്കാൻ പറ്റണില്ല. കാരണം എന്താണ്, ഔട്ടർ കോർ എന്ന് പറയുന്ന സാധനം ലിക്വിഡ് ആണ്. ഓക്കെ, ഔട്ടർ കോർ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ലിക്വിഡ് ആണ്. സോ ഔട്ടർ കോറിന്റെ അവിടേക്ക് കടക്കാൻ കഴിയുന്നില്ല. 105 മുതൽ 105 വരെ ഷാഡോ സോൺ ആണ് നമ്മുടെ ആർക്ക്, എസ് വേവിന്. ഓക്കെ, ചോദിക്കാറുള്ള ചോദ്യമാണ്, അപ്പൊ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് എർത്ത് ക്വിക്ക്. കുറെ ടൈപ്സ് ഓഫ് എർത്ത് ക്വിക്ക് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ടുള്ള എർത്ത് ക്വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്ടോണിക് എർത്ത് ക്വിക്ക് ആണ് കേട്ടോ. ടെക്ടോണിക് എർത്ത് ക്വിക്ക് ആണ് ഏറ്റവും
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദീസ് ആർ ജനറേറ്റഡ് ഡ്യൂ ടു സ്ലൈഡിംഗ് റോക്സ് അലോങ് സൈഡ് ദ ഫോൾട്ട് പ്ലെയിൻ. അപ്പൊ അതായത് ഫോൾട്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് എർത്ത് വരുന്നത്. അവിടെയുള്ള റോക്സ് ഒക്കെ അനങ്ങണോണ്ട് നമ്മളൊക്കെ പൊതുവെ അനുഭവിക്കാറുള്ള എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ടെക്ടോണിക് എർത്ത് ആണ്. ഓക്കെ, ടെക്ടോണിക് എർത്ത്. രണ്ടാമതാണ് a special class of tectonic earthquake is sometimes recognized as volcanic earthquake. അതായത് വോൾക്കാനിസം നടക്കുന്ന ഏരിയകളിൽ നടക്കുന്ന earthquake ആണ് volcanic earthquake എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടെക്ടോണിക് earthquake പഠിച്ചു, volcanic earthquake പഠിച്ചു. ഓക്കെ, അടുത്തത് മൈനിങ് ആക്ടിവിറ്റി, നമ്മൾ കുഴിച്ചു പോകുമ്പോൾ മുകളിലുള്ള ഭാഗം ഇങ്ങനെ ഇടിഞ്ഞു വീണിട്ടൊക്കെ earthquake ഉണ്ടാവും. അത്തരത്തിലുള്ള earthquakeകളാണ് കൊളാപ്സ് earthquake എന്ന് പറയുക. In the areas of intense mining activity, sometimes the roofs of underground mines collapse, causing minor tremors. Okay, അതാ ഭയങ്കര കൊളാപ്സ് earthquake എന്ന് പറയുന്നത് ഏതാണ്? മൈനിങ് ആക്ടിവിറ്റി നടക്കുന്നിടത്ത് ഉള്ളതാണ്. ഗ്രൗണ്ട് ഷേക്കിംഗ് may occur due to the explosion of chemical or nuclear devices. കെമിക്കലോ ന്യൂക്ലിയർ ഡിവൈസസോ ഉണ്ടാവുമ്പോൾ എക്സ്പ്ലോഷൻ ഉണ്ടാവും. Such thermos are called explosion earthquakes. ഇതൊക്കെ പഠിക്കണേ, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വന്നാൽ കിട്ടണം. The ground shaking may occur due to the explosion of chemical or nuclear devices. Such thermos are called explosion earthquakes. Okay, പിന്നെ the earthquakes that occur in the areas of larger reservoirs are referred to as reservoir induced earthquakes. Reservoirs induced earthquake. ഇന്ത്യയിൽ ഒരു പ്രാവശ്യം reservoir induced earthquake ഉണ്ടായിട്ടുണ്ട്, കൊയ്ന ഡാം പണിയുന്ന സമയത്ത് കേട്ടോ. ഓക്കെ, ഇനി earthquake നമ്മൾ മെഷർ ചെയ്യും. എല്ലാവരും റിക്ടർ സ്കെയിലിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? റിക്ടർ സ്കെയിലിൽ ഇത്ര രേഖപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. 1 to 10 വരെയുള്ള നമ്പർ വെച്ചിട്ടാണ് അത് രേഖപ്പെടുത്തുക. ഇത് എന്താണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് earthquake രേഖപ്പെടുത്തുന്നത് റിക്ടർ സ്കെയിലാണ്. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റിയോ? ഇന്റൻസിറ്റി രേഖപ്പെടുത്തുന്നത് മെർക്കാലി സ്കെയിലാണ്. ഇന്റൻസിറ്റി രേഖപ്പെടുത്തുന്നത് എന്തിലാണ്? മെർക്കാലി സ്കെയിലാണ്. അത് 1 മുതൽ 12 വരെ ഉണ്ട്. റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് ആണ് 0 to 10 ആണ്. ഓക്കെ, സ്പെഷ്യൽ പിന്നെ എന്തൊക്കെ ഇഫക്ട്സ് ആണ് earthquake ഉണ്ടാവണേ? അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്ന സംഭവം തന്നെയാണ്. ഒന്ന്, ഗ്രൗണ്ട് ഷേക്കിംഗ് കേട്ടോ. നമ്മുടെ നിലം ഇങ്ങനെ പതറുന്ന പോലെ, വിറയ്ക്കുന്ന പോലെ ഉണ്ടാവില്ലേ? പിന്നെ ഡിഫറൻഷ്യൽ ഗ്രൗണ്ട് സെറ്റിൽമെന്റ്, അതായത് നിങ്ങളിപ്പോ ഈ കിണറൊക്കെ earthquake നടക്കുമ്പോ ഇങ്ങനെ ഒരു കിണർ നമ്മൾ പണിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അത് ഇങ്ങനെയാണ്. earthquake കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആവും അവസ്ഥ. ഓക്കെ, അങ്ങനെ ഡിഫറൻഷ്യൽ ഗ്രൗണ്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കുക. ലാൻഡ് ആൻഡ് മഡ് സ്ലൈഡ്. എന്താണ് ലാൻഡ് ആൻഡ് മഡ് സ്ലൈഡ്? ഈ ഉരുള് പൊട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മഡ് സ്ലൈഡ് ഉണ്ടാവുക. സോയിൽ ലിക്വിഫാക്ഷൻ ഉണ്ടാവുക, ഗ്രൗണ്ട് ലേർച്ചിങ് ഉണ്ടാവുക. ഓക്കെ, അവലാഞ്ചേഴ്സ് ഉണ്ടാവുക, ഈ മണ്ണൊലിപ്പ് പോലത്തെ സാധനങ്ങൾ. പിന്നെ ഗ്രൗണ്ട് ഡിസ്പ്ലേസ്മെന്റ്, ഫ്ലഡ്സ് ഫ്രം ഡാം ആൻഡ് ലെവി ഫെയിലിയേഴ്സ്, ഫയേഴ്സ്, സ്ട്രക്ചറൽ കൊളാപ്സ്, ഫാളിംഗ് ഒബ്ജക്ട്സ്, സുനാമി, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും. സുനാമി ഒക്കെ നിങ്ങൾക്ക് ഓർത്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഈ സുനാമി ഉണ്ടാവുമ്പോൾ ഒരു സംഭവം ഉണ്ട്. ഇതിന്റെ ഫോക്കസും എപ്പിസെന്റർ എന്തുണ്ടാവണം? ഓഷനിലായിരിക്കണം. ഓക്കെ, എപ്പിസെന്റർ, അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഫോക്കസ് അഥവാ എപ്പിസെന്റർ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? അത് ഓഷനിൽ ആയിരിക്കണം കേട്ടോ. കുറച്ച് പടങ്ങളൊക്കെയാണ്, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനിയാണ് സ്ട്രക്ചർ ഓഫ് എർത്തിലേക്ക് വരുന്നത്. സ്ട്രക്ചർ ഓഫ് എർത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പടം വെച്ച് പറഞ്ഞുതരാം. ഏറ്റവും മുകളിലുള്ളത് എന്താ? ക്രസ്റ്റ് ആണ്. ഇതാ നോക്കൂ. ഓക്കെ, ഏറ്റവും മുകളിൽ ക്രസ്റ്റ്. ഈ ക്രസ്റ്റിൽ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റും വരും, കോണ്ടിനെന്റൽ ക്രസ്റ്റും വരും. അതിന്റെ തൊട്ട് താഴെ അസ്തനോസ്ഫിയർ ഉണ്ട്. അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്റിലിന്റെ ഭാഗമാണ് കേട്ടോ, മാന്റിലിന്റെ ഭാഗമാണ്. പിന്നെ എന്തുണ്ട്? ഉള്ളിലോട്ട് കോർ ഉണ്ട്. ഓക്കെ, കോറ് തന്നെ ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. മാന്റിൽ തന്നെ അപ്പർ മാന്റിലും ഉണ്ട്, ലോവർ മാന്റിലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. Crust. It is the outermost part of the earth. It is brittle in nature. അല്ലെ, പൊടിഞ്ഞിരിക്കുന്ന nature ആണ്. നമുക്ക് മണ്ണൊക്കെ അല്ലേ കൂടുതലുള്ളത്. അപ്പൊ thickness of the നമ്മുടെ ഈ പല ഏരിയ, ഇപ്പൊ ഹിമാലയ പർവ്വതങ്ങളുടെ ഏരിയയിലൊക്കെ 70 കിലോമീറ്ററോളം എന്തുണ്ട്? കനമുണ്ട്.
ഓക്കെ, അല്ലാത്ത സ്ഥലങ്ങളിൽ 30 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഓഷ്യാനിക് ക്രസ്റ്റ് വരുമ്പോഴേക്കും എന്തായി, 5 കിലോമീറ്ററേ കനമുള്ളൂ ക്രസ്റ്റിന്. ഓക്കെ, കനം കുറവാണ്. മാന്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാന്റിൽ എന്ന് പറഞ്ഞാൽ 2900 നീളമുള്ള എക്സ്റ്റെൻഡ് ചെയ്യുന്ന സംഭവമാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാന്റിലും ക്രസ്റ്റും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അതിന്റെ പേരാണ് മൊഹോ ഡിസ്കണ്ടിന്യൂറ്റി. ഡിസ്കണ്ടിന്യൂറ്റീസ് എല്ലാം തന്നെ പറഞ്ഞുതരാം. മാന്റിലിന്റെ ഏറ്റവും മുഖത്തെ ഭാഗത്തിന്റെ പേരാണ്, ഏറ്റവും മുകളിലുള്ള ഭാഗത്തിന്റെ പേരാണ് ആസ്തനോസ്ഫിയർ. ആസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് തന്നെ എന്താണെന്നറിയാമോ? വീക്ക് എന്നാണ്. അതായത് ഏതാണ്ട് ഒരു സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അസ്തോ മീൻസ് വീക്ക്. ഇറ്റ് കൺസിഡേർഡ് ടു ബി എക്സ്റ്റെൻഡിങ് അപ് ടു 400 kilometer. Okay. It is the main source of magma that finds higher density of the crust. അപ്പൊ ഈ അസ്തനോസ്ഫിയർ എന്നാണ് വോൾക്കാനിക് ആക്ടിവിറ്റി ഒക്കെ വരുമ്പോ മാഗ്മ പുറത്തേക്ക് വരുന്നത്. Okay. The mantle contains a weaker zone called asthenosphere. It is from the molten rock materials find their way to the surface. Okay. പിന്നെ എന്താണ്, ഇത് സർഫസിലേക്ക് എത്തുമ്പോൾ ലാവയായിട്ട് മാറുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലാവയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? പൈറോക്ലാറ്റിക് ഡെബ്രിസ്, കുറെ പൊടികളും സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. volcanic bombs, ash, dust, gases, nitrogenous compound, sulfur compounds and minor amounts of chlorine, hydrogen and argon, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് മാന്റിലിന്റെ കഥ. ഓക്കെ, കോർ എന്ന് പറഞ്ഞാലോ? കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എർത്ത് അതായത് നമുക്ക് ഈ എർത്ത് വേവ്സ് വെച്ചിട്ടാണ്, കോർ വരെ ആരും കുഴിച്ചു പോയിട്ടൊന്നും അല്ല. എർത്ത് വെച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങള് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. അപ്പം കോറിന്റെ ഔട്ടർ കോർ എന്ന് പറഞ്ഞ ഈ 2900 മീറ്ററോളം ആരാണ് നമ്മുടെ ഈ പറഞ്ഞ മാന്റിലാണ്. അത് കഴിഞ്ഞിട്ടാണ് കോർ ഉള്ളത്. ഔട്ടർ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ കോർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹെവി മെറ്റൽസുമാണ്. അപ്പം ഔട്ടർ കോറിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കലും അയോൺ ആണ്. നിക്കലും അയോൺ ഉള്ളത് കൊണ്ട് ഇതിനെ നിഫെ ലെയർ എന്നും കൂടി പറയാറുണ്ട്. ആസ് ഇൻഡിക്കേറ്റഡ് earlier, the earthquake wave velocities helped in understanding the existence of the core of the earth. സോറി, ഇവിടെ ആരോ വന്നു എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ നോക്കിയതാ. ഓക്കെ, അപ്പം ഈ 2900 കിലോമീറ്റർ കഴിഞ്ഞ് ഉള്ളിലാണ് കോർ ഉള്ളത്. അതിന്റെ ഔട്ടർ കോർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ്. ഇന്നർ കോറിൽ എന്താ ഉള്ളത്? നിഫെ എന്ന് പറയും. അതായത് നിക്കലും ഫെറസും ആണുള്ളത്. അതിനെ നിഫെ ലെയർ എന്ന് പറയും. ഓക്കെ, ഇനി വോൾക്കാനിസം കാരണം പല ലാൻഡ് ഫോംസും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാണ് ഷീൽഡ് വോൾക്കാനോസ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് തരത്തിലുണ്ട്, ആക്റ്റീവ് വോൾക്കാനോസും ഡോർമെന്റ് വോൾക്കാനോസും. ആക്റ്റീവ് വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ കാലമായിട്ട് റീസെന്റ് പാസ്റ്റിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ളതാണ് ആക്റ്റീവ് വോൾക്കാനോസ് എന്ന് പറയുന്നത്. ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ കുറെ കാലമായിട്ട് ഇല്ലാത്തതാണ്. ഓക്കെ, വോൾക്കാനോസ് അത് പറഞ്ഞേക്കാൻ മുമ്പ് റെപ്പറ്റി ലെയർ, ഇങ്ങനെ കുറെ ലെയർ ഉണ്ടല്ലോ, ആ ലെയറിനെ പറ്റി ഒന്ന് പറയട്ടെ. ഓക്കെ, അപ്പൊ ഓഷ്യൻ ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും തമ്മിൽ ഉള്ള ആ ഒരു വിടവിനെ എന്താ പറയാന്നറിയാമോ? കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് ഓഷ്യൻ ക്രസ്റ്റും അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റും തമ്മിലുള്ള വിടവിനെ, ഒരു ഡിസ്കണ്ടിന്യൂറ്റിനെ പറയുന്നത്. നെക്സ്റ്റ്, ക്രസ്റ്റും മാന്റിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് മൊഹോവിസ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. മൊഹോവിസ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ക്രസ്റ്റും മാന്റിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിനെയാണ്. ഓക്കെ, ക്രസ്റ്റും മാന്റിലും തമ്മിലാണ് എന്ത്, മൊഹോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലോവർ മാന്റിലും അപ്പർ മാന്റിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ഇത് നോക്ക്, ഇത് ലോവർ മാന്റില്, ഇത് അപ്പർ മാന്റില്. ലോവർ മാന്റിലും അപ്പർ മാന്റിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിനെ പറയുന്ന പേരാണ് എന്ത്, റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി അപ്പർ കോറും ലോവർ മാൻഡലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിയെ പറ്റി പറയുന്നതാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ഓക്കെ, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി ഇന്നർ കോറും ഇന്നർ സോളിഡ് കോർ ട്ടോ, ഇന്നർ കോറും ഔട്ടർ കോറും തമ്മിലാണ് ലേമാൻസ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ലേമാൻസ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ ഞാൻ ഈ PDF-ന്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെടുത്ത് നോക്കിയിട്ട് പഠിക്കുക. എല്ലാ ഡിസ്കണ്ടിന്യൂസും പഠിക്കുക. ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വോൾക്കാനോസ് നോക്കാം. അപ്പോൾ ഷീൽഡഡ് വോൾക്കാനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bearing basalt flows, shielded volcanoes are the largest of all volcanoes of Earth. ഏറ്റവും വലിയ വോൾക്കാനോസ് ആണ് ഷീൽഡഡ് വോൾക്കാനോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നടുകുഴിഞ്ഞ സാധനമാണ് ഷീൽഡഡ് വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഉണ്ടാവുന്ന സാധനമാണ് സിൻഡർ കോൺ എന്ന് പറയാൻ എന്താന്ന്. അപ്പൊ ഈ വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ these volcanoes are mostly made up of basalt, a type of lava that is very fluid when erupted. For the reason these volcanoes are not very steep. അതായത് ഭയങ്കര ഫ്ലൂയിഡ് ആയിട്ടുള്ള ലാവയാണ് ഉണ്ടാവുന്നത്. ആ ലാവ വളരെ ഫ്ലൂയിഡ് ആയതുകൊണ്ട് വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ളതല്ല ഉണ്ടാവുന്നത്. They become explosive if somehow water gets into the vent. Otherwise they are characterized by low explosivity. See, നിങ്ങളിപ്പം ഈ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കുമ്പോൾ അറിയാണ്ട് അതിലേക്ക് കുറച്ച് 1-2 തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യണ പോലെ കാണാറില്ലേ? അതുപോലെ തന്നെ ഇത് പൊതുവെ അതിന് ലോ എക്സ്പ്ലോസിവിറ്റി ആണ്. അല്ലെങ്കിൽ വാട്ടർ ഏതെങ്കിലും തരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എക്സ്പ്ലോസിവിറ്റി ഉണ്ടാവും. കോമ്പോസിറ്റ് വോൾക്കാനോസ്. കോമ്പോസിറ്റ് വോൾക്കാനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് വോൾക്കാനോസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇറപ്ഷൻസ് കൂളർ ആൻഡ് മോർ വിസ്കസ് ലാവാസ്. അതായത് ഇത് വളരെ പെട്ടെന്ന് തന്നെ കൂളാവുന്ന ഭയങ്കര വിസ്കസ് ആയിട്ടുള്ള കട്ടിയുള്ള ടൈപ്പ് ലാവയാണ്. നമ്മൾ നേരത്തെ മുകളിൽ പഠിച്ചത് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ലാവയല്ലേ. അപ്പൊ ഇതെന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ എന്താണ് കട്ട പിടിക്കും. These volcanoes often result in explosive eruptions along with lava. Large quantities of pyroclastic pyro എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചൂട് എന്നുള്ള ഒരു ഓർമ്മ തന്നെ. Pyroclastic material and ashes find their way out of the ground. These material accumulate in the vicinity of the vent openings, leading to formation of layers. അപ്പോൾ ഇത് പെട്ടെന്ന് കട്ട പിടിച്ച ഒരു ലെയർ ആയിട്ട് സാധനം ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഇതുപോലത്തെ ഒരു കാണാനൊക്കെ ഇതുപോലെ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി കാൽഡറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. എന്താണ് കാൽഡറ? These are the most explosive. കാൽഡറ ഒരു സ്ത്രീയാണ്, വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ചൂടത്തി ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് എങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. These are most explosive of the Earth's volcanoes. They are usually so explosive that when they erupt, they tend to collapse on themselves. അവർ അതിന്റെ മുകളിൽ തന്നെ വീഴും rather than building any tall structure. And collapsed depressions are called calderas. അങ്ങനെ കൊളാപ്സ് ആയിട്ട് വീണ് കിടക്കുന്ന അതിനെയാണ് കാൽഡറാസ് എന്ന് പറയുക. Their explosiveness indicate that magma chamber supply lava is not only huge but also close in vicinity. Okay, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ മാഗ്മ വരുന്ന സ്ഥലം വളരെ അടുത്താണെന്നാണ് അതിന്റെ അർത്ഥം. Okay, flood basalt provinces. These volcanoes are highly fluid lava. അങ്ങനെയല്ല, പരന്നൊഴുകുന്ന ലാവ, നമ്മുടെ ഡെക്കാനൊക്കെ ഉണ്ടായ പോലെ. Some parts of the world are covered by thousands of square meters of basalt lava flows. Okay, നമ്മുടെ ഡെക്കാനൊക്കെ പോലെ. Deccan traps from India presently covering most of the Maharashtra plateau and much larger flood basalt province. Okay, പിന്നെ mid ocean ridge volcanoes ഉണ്ട്. These volcanoes cover the oceanic areas is a system mid ocean ridges. അതായത് കുറേ വലിയ ഓഷന്റെ ഉള്ളിൽ കുറേ വോൾക്കാനോസ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് ഈ പറയുന്നത്. The central portion of this ridge experiences frequent eruptions. We shall be discussing അടുത്ത ചാപ്റ്ററിലാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അത് പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇനി വേറെ കുറച്ച് എന്താണ് ഫോംസ് ഉണ്ട്, ലാൻഡ് ഫോംസ് ഉണ്ട്. ആ ലാൻഡ് ഫോംസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ബാത്തോലിറ്റ്സ്, ഇത് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്ന ഏരിയയാണ്, അത് നിങ്ങൾ നോക്കണം. ഓക്കെ, ബാത്തോലിറ്റ്സ് എന്ന് പറഞ്ഞാൽ എ ലാർജ് ബോഡി ഓഫ് മാഗ്മാറ്റിക് മെറ്റീരിയൽ ദാറ്റ് കൂൾസ് ഇൻ ടു എ ഡീപ്പർ
depth of the crust develop the form of large domes. വലിയ ഡോംസ് പോലെ ഡീപ്പർ ഡെപ്തിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ് ബാത്തോലിറ്റ്സ് എന്ന് പറയുന്നത്. ബാത്തോലിറ്റ്സ് കേട്ടോ, ബാത്തോലിറ്റ്സ്. എ ലാർജ് ബോഡി ഓഫ് മാഗ്മാറ്റിക് മെറ്റീരിയൽ, മാഗ്മയുടെ മെറ്റീരിയൽ, ഒരുപാട് വലിയ ബോഡി ദാറ്റ് കൂൾസ് ഇൻ ദ ഡീപ്പർ ഡെപ്ത്, ഉള്ളിലാണ്, താഴെയാണ്, ഡീപ്പർ ഡെപ്തിലാണ് ഓഫ് ദ ക്രസ്റ്റ് ഡെവലപ്പ് ദ ഫോം ഓഫ് ലാർജ് ഡോംസ്. ദേ അപ്പിയർ on the surface only after denudational process remove overlaying material. They cover large areas and at a time assume depth that they be several kilometers. These are granitic bodies. Bacoliths are the cooled portion of magma chamber. അതായത് ഒരുപാട് കിലോമീറ്ററുകളോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഗ്രാനൈറ്റിന്റെ ഒക്കെ ബോഡീസ് ആണ് ഈ പറഞ്ഞ ഈ ബാത്തോലിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഡീപ്പായിട്ട് കുഴിച്ചെടുക്കണം, ഒരുപാട് ഡീപ്പ് ആയിട്ടാണ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഈസ് ലാക്കോലിത്ത്. ലാക്കോലിറ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലാർജ് ഡോം ഷേപ്ഡ്, ഡോം ഷേപ്പ് ആണ് ഇവിടെ, ഡോം ഷേപ്പ് എടുത്ത് പറയുന്നുണ്ട്. ലാക്കോലിത്ത് ഡോം ഷേപ്ഡ് ഇൻട്രൂസീവ് ബോഡീസ് വിത്ത് എ ലെവൽ ബേസ് ആൻഡ് കണക്റ്റഡ് ബൈ എ പൈപ്പ് ലൈക്ക് കൺഡ്യൂയിറ്റ് ഫ്രം ബിലോ. ഓക്കെ, അത് താഴെ നിന്നൊരു പൈപ്പ് ലൈക്ക് ഫോമിൽ ഇങ്ങനെ ഉണ്ടാവും, എന്നിട്ട് ഒരു ഡോം ലൈക്ക് ആയിട്ടാണ് ഉണ്ടാവുക. Okay. It resembles the surface of volcanic domes of composite volcano. Okay, composite volcano dome shape ആയിട്ടുള്ളതിനെ നമ്മളെ remind ചെയ്യിക്കും. Only these are located at deeper depths. It can be regarded as the localized structure of lava that find the way to the surface. അതായത് പുറത്തേക്ക് എത്താൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാവയുടെ പോലെ ഉണ്ടാവും. The Karnataka Plateau is spotted with a domal hills of granite rocks. Most of these are new exfoliated and are examples of lacoliths and batholiths. Okay. ഇനി lacolith, facholith, sills ഒക്കെ എന്താണെന്ന് നോക്കാം. As when the lava moves upwards, a portion of the same may tend to move in a horizontal direction whenever it finds a weak plate. It may get rusted in different forms. In case it develop into a saucer shape concave to the sky body, it is called a lapolith. അതായത് ഒരു saucer shape, ഒരു saucer shapeലാണ് ഉള്ളത് ഉണ്ടെങ്കിൽ അതിനെ lapolith എന്ന് വിളിക്കും. വേവി മാസ് ആണെന്നുണ്ടെങ്കിൽ, വേവി മാസ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, ഇൻട്രൂസീവ് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? Such a heavy defined conduit source of beneath from the magma chambers developed as batholiths. These are called facholiths. Okay, അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, എനിക്ക് ചെറുതായിട്ട് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ലാപ്പോലിത്തിനെ പറ്റി പഠിച്ചു. ലാപ്പോലിത്ത് എന്താണ്? As and when the lava moves upward, a portion of the same may tend to move in a horizontal direction. അതായത് ലാവ മുകളിലോട്ട് പോവാണ്, അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഭാഗത്തിന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം. ഓക്കെ, നേരെ മേലെ പോവായിരുന്നു, പക്ഷെ കുറച്ച് ഭാഗത്തിന് ഇങ്ങനെ സൈഡിലോട്ട് പോകാനായിട്ട് ആഗ്രഹം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു വീക്ക് പ്ലെയിനിലായിരിക്കും ഇങ്ങനെ പോകുന്നത്. അതിങ്ങനെ പല രൂപത്തിലായിട്ട് വരും. അത് ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പിലാണ് വരുന്നതെങ്കിൽ, ഒരു സോസർ ഷേപ്പിലാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലാപ്പൊലിത്ത്. എ വേവി മാസ് ഇൻട്രൂസീവ് റോക്ക് അറ്റ് ടൈംസ് ഈസ് ഫൗണ്ട് അറ്റ് ബേസ് ഓഫ് synclinics or top of Andes like anticline in folded igneous country. Such wavy material has definite conduit and source beneath the form of magma chambers. അപ്പൊ അങ്ങനെയുള്ളതിനെ എന്താണ് പറയാ? ഫാക്കോലിത്ത് എന്നാണ് പറയാ. അപ്പൊ വേവി സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ളതിനെ എന്ത് പറയും? ഫാക്കോലിത്ത് എന്ന് പറയും. The near horizontal bodies of the intrusive igneous rocks are called sill. Okay, horizontal ഏറ്റവും നിയർ ആയിട്ടുള്ള horizontal bodiesനെ എന്ത് പറയും? sill എന്ന് പറയും, or sheet എന്നും പറയും. Depending on the thickness of these material, the thinner ones are called sheets. Thinner ones നെ sheets നെ, ബാക്കിയുള്ളതിനെ thicker ones are called sills. Okay, ഇനി dikes എന്താണെന്ന് നോക്കാം. When the lava makes its way through the cracks and it fissures developed in the land and solidifies almost perpendicular to the ground, it gets cooled in the same position, develop a wall like structure. അങ്ങനെ ലാവ എന്ത് ചെയ്തു? ലാവ ക്രാക്സിലൂടെ പുറത്തേക്ക് വന്നു, ഓരോരോ ഓട്ടകളിലൂടെയൊക്കെ പുറത്തേക്ക് വന്നു, എന്നിട്ട് അത് സോളിഡിഫൈ ചെയ്യാണ്. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ അത് വന്ന് നിൽക്കും. അപ്പൊ അതിനെ എന്നിട്ട് കൂളർ ആവും, ഒരു വാൾ ലൈക്ക് സ്ട്രക്ചർ, ഒരു മതിൽ പോലെ നിൽക്കും. സച്ച് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് ഡൈക്സ്. ദീസ് ആർ
മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻട്രൂസീവ് ഫോംസ് ഇൻ വെസ്റ്റേൺ മഹാരാഷ്ട്ര ഏരിയ. ഓക്കെ, അപ്പോൾ ഡൈക്സ് ഏറ്റവും കൂടുതലുള്ളത് വെസ്റ്റേൺ മഹാരാഷ്ട്ര ഏരിയയിലാണ്. ദീസ് കൺസിഡേർഡ് ആസ് ദ ഫീഡേഴ്സ് ഓഫ് ദി ഇറപ്ഷൻസ് ദാറ്റ് ലെഡ് ടു ഡെവലപ്മെന്റ് ഓഫ് ദി ഡെക്കാൻ ട്രാപ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജിയോഗ്രഫി ഞാൻ അങ്ങനെ എടുക്കാറുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല, ഇത് വായിച്ച് പഠിപ്പിച്ച എന്താണ്, അപ്പോൾ ഇടയ്ക്കുള്ള ഒരു തപ്പിത്തടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിന് സോറി പറയാണ് കേട്ടോ. പിന്നെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിന് പരിചയപ്പെടുത്താനുണ്ട്, PSC വായനശാല നമ്മളെ പോലെ തന്നെ ഫ്രീ ആയിട്ട് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മളെ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലും അംഗമാവാവുന്നതാണ്. ഞാൻ എന്തായാലും അവരുടെ ലിങ്ക് കമന്റിൽ വെച്ചേക്കാം കേട്ടോ. ഫ്രീ ആയിട്ടുള്ള ടീമിനെ പറ്റി മാത്രം നമ്മൾ പറയാറുള്ളൂ. അതായത് കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി, അല്ലാതെ ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ആയിട്ട് ആരും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അലോട്ട്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.